എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ ഡ്രോയിങ് ക്ലാസ്സിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എടുക്കുന്നത്. ഇത് സാധാരണ നമ്മൾ ഡൂഡിൽസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഡൂഡിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൂഡിൽസ് മീൻസ് ചുമ്മാ കുത്തിക്കുറിക്കുക എന്നൊക്കെയാണ് സാധാരണ വരുന്നത്. കുത്തിക്കുറിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ബോറടിക്കുമ്പോഴൊക്കെ നമ്മൾ സാധാരണ പേപ്പറിലൊക്കെ നമ്മൾ വരയ്ക്കാറില്ലേ? സ്കൂളുകളിലൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബുക്കിലെല്ലാം അലസ്യമായി കുത്തിക്കുറിക്കുന്ന വരകൾ ഒക്കെയാണ് ഈ ഡൂഡിൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഡൂഡിലൊരു പാറ്റേണായി നമുക്കത് രൂപീകരിച്ചെടുക്കാവുന്നേ ഉള്ളൂ. നമുക്കത് കൃത്യമായ ഒരു രീതിയിൽ കൂടെ നമുക്കത് ഒരു പാറ്റേണായിട്ട് മാറ്റാം ഈ ഡൂഡിൽസുകളെ തന്നെ. അങ്ങനെ കുറേ ഡൂഡിൽസുകളെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. ഞാൻ ഇന്ന് കുറച്ച് ഡൂഡിൽസ് വരച്ച് കാണിച്ചു തരാം. ചുമ്മാ റഫായിട്ട് നമുക്ക് വരയ്ക്കാവുന്നതാണ്. അത് എല്ലാവർക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അത് പ്രത്യേകിച്ച് അത് കുറച്ച് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അത് നമ്മൾ ആദ്യമൊക്കെ വെറും വരകളാണെന്ന് വിചാരിക്കും. പക്ഷേ നമ്മളത് ഒരു ഫൈനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ആശ്ചര്യപ്പെട്ടു പോകും. ഇത് നമ്മൾ തന്നെ അത് ഉണ്ടാക്കിയെന്ന് ചിന്തിച്ചു പോകും. അത്തരത്തിലുള്ള വെറും വരകളുണ്ട്. നമ്മൾ വരകളുടെ സംയോജനമാണ്. പല പല രീതിയിലുള്ള കർവുകളും റൗണ്ടുകളും അങ്ങനെയുള്ള എല്ലാം കൂടെ ചേർന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനങ്ങനെ കുറച്ച് ഡൂഡിൽസിൻ്റെ കുറച്ച് വരയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് വരയ്ക്കുന്നത് ഞാൻ സ്പീഡ് ഡ്രോയിങ് ആയിട്ടല്ല വരയ്ക്കുന്നത്, ആ ഒറിജിനൽ ടൈം തന്നെ എടുത്ത് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോഴേ നമ്മൾ ഈ ഇങ്ങനെയുള്ള വരകളൊന്നും ഞാൻ കാണിച്ചു തരുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ള വരകളൊക്കെ കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ ഡൂഡിൽസ് പറയുന്നത്. ഇങ്ങനെ വരയ്ക്കുന്ന ഡിസൈനുകളാണ് നമ്മൾ പാറ്റേണായിട്ട്. ഇത് നമുക്ക് വരച്ചപ്പോൾ ഒരു പാറ്റേണാക്കി എടുക്കാൻ പറ്റും. ഞാനങ്ങനെ ഒരു പാറ്റേണായിട്ട് ഒരു 10-12 പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. അതിന് ഞാൻ നേരത്തെ കോളം വരച്ച് ഒരു പേപ്പർ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഈ പാറ്റേണുകൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ആദ്യമായി ഞാൻ ഒരു പാറ്റേൺ വരയ്ക്കുകയാണ്. ഇപ്പോൾ ഞാൻ ആദ്യം വരച്ച് കാണിച്ച പാറ്റേൺ
ഇങ്ങനെ കൃത്യമായിട്ട് തന്നെ വരയ്ക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താം. ഇതൊരു നമ്മൾ സാധാരണ റഫായിട്ട് കുത്തിക്കുറുകി നമ്മൾ ടെൻഷനൊക്കെ വരുമ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ വരച്ച് ഇങ്ങനെയൊക്കെ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ കുറച്ചൊക്കെ വരയ്ക്കുക, നമ്മുടെ ടെൻഷനൊക്കെ മാറിക്കിട്ടും. ഇതുപോലെ ഇത് വേറൊരു വ്യത്യസ്ത രീതിയിലുള്ളതാണ്. വേവ്സ് പോലെ സ്ഥിരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ തന്നെ ഇത് വരയ്ക്കാൻ പറ്റും. നേരത്തെ വരച്ച ഒരു പാറ്റേണാണിത്. ഇത് ഇടയ്ക്ക് വരകളൊന്നും കൊണ്ട് ചെയ്യാതെ ഡയറക്റ്റ് വരയ്ക്കുന്നതാണ്.
അതുപോലെ നമുക്ക് ടെക്സ്റ്റുകളെല്ലാം നമുക്ക് ഇങ്ങനെ ഡൂഡിൽ രീതിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് ടെക്സ്റ്റും ഇതൊക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇങ്ങനെയാണ് നിങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെയാണ് ഡൂഡിൽസ് വരയ്ക്കുക. നമ്മൾ കുറച്ച് കൂടുതൽ വരയ്ക്കുമ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത് നല്ല ബ്ലാക്ക് കളർ ഇങ്കെല്ലാം ഇട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചിത്രങ്ങളെല്ലാം വരയ്ക്കാൻ പറ്റും. ചെറിയ ആനിമൽസ്, പിന്നെ പ്ലാന്റുകൾ, ഇതൊക്കെ നമുക്ക് ഈ ഡൂഡിൽസ് ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനി ഞാൻ അങ്ങനെ ഒരു ഡൂഡിൽസ് വെച്ചിട്ട് വരയ്ക്കുന്ന ഒരു വീഡിയോ അടുത്ത ദിവസം ഇടുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതെല്ലാം കണ്ട് നിങ്ങൾ അവിടെ പല സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടു കാണും ഇങ്ങനെയുള്ള വരകളും ഡിസൈനുകളും ഒക്കെ. നമ്മൾ പാറ്റേണായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടറൊക്കെ നമുക്കുള്ളതുകൊണ്ട് ഈ പാറ്റേണൊക്കെ നമുക്ക് വേഗത്തിൽ വരച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടും. പക്ഷേ എന്നാലും നമ്മൾ കൈ കൊണ്ട് വരയ്ക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു അസറ്റ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ അത് പരീക്ഷിക്കുക. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഒരു പ്രാക്ടീസ് ചെയ്യാനായിട്ട് നല്ലതാണ്. കൈയുടെ ആ ഒരു ചലനം ശരിക്ക് ഡ്രോയിങ്ങിന് നല്ലൊരു ചലനം ആവശ്യമാണ്. ആ ചലനത്തിൽ നമുക്ക് ഇത് വളരെ ഉപയോഗപ്രദമാണ്. അതുകൊണ്ട് നിങ്ങളത് കഴിയുന്നുള്ളവർ അത് ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.